തിരുവനന്തപുരം ഉള്ളൂർ പ്രശാന്ത് നഗറിനകത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. പ്രശാന്ത് നഗർ റോഡിൽ ഇപ്പോൾ ആക്കുളം ഉള്ളൂർ റോഡിൽ നിന്ന് പ്രശാന്ത് നഗർ റോഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ സുഭാഷ് ലൈനിനകത്ത് കയറി ഒരു 100-150 മീറ്റർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ കാണുന്ന 4.25 സെൻറ്റിൽ ഏകദേശം 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഇനി അതല്ല നമ്മുടെ ബൈപ്പാസ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ചുറ്റുവട്ടത്തൊക്കെ നമുക്കൊരു പുതിയ ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 കോടി രൂപയ്ക്ക് മേളിലോട്ട് കൊടുക്കണം. ഇതാണെങ്കിൽ 4.25 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കാം. പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കവിടെ ഒരു ഫേവറേറ്റ് ഹോംസിൻ്റെ കാർമൽ എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ആ സുഭാഷ് ലൈൻ. അതിങ്ങനെ ജസ്റ്റ് കയറി വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ്. അതുപോലെ തന്നെ ഉള്ളൂർ ശ്രീകാര്യം റോഡിലേക്ക് ഇവിടെ 400 മീറ്ററിൽ നമുക്ക് എത്തിച്ചേരാം. അവിടെ ആ വാട്ടർ അതോറിറ്റിയുടെ ഫ്രണ്ടിൽ ചെന്ന് കയറാൻ സാധിക്കും. നമ്മുടെ ഈ റോഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നേരെ ആ വാട്ടർ അതോറിറ്റിയുടെ ഫ്രണ്ടിലാണ് ചെന്ന് കയറുന്നത്. ഈ വീടിനൊരു സെല്ലാർ പോർഷൻ ഉണ്ട്. ആ സെല്ലാർ പോർഷൻ ഉൾപ്പെടെയാണ് 2100 സ്ക്വയർ ഫീറ്റ് വരുന്നത്. സെല്ലാറിൽ ഇപ്പം വേറൊന്നും അവർ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കവർ ചെയ്തെടുത്ത് റൂംസ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ലിവിങ് സ്പേസ്, ഡൈനിങ് ഏരിയ, കിച്ചണിലേക്ക് ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊരു വർക്ക് ഏരിയയിലേക്കും എൻട്രൻസ് വരുന്നുണ്ട്. ഈ വീട് വന്നിട്ട് ഏകദേശം 8 വർഷമാണ് പഴക്കം വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു പഴക്കമോ കാര്യങ്ങളോ ഒന്നും നമുക്കിതിൽ അറിയാൻ പറ്റുന്നില്ല. കാരണം എന്താ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ്. ഇത് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു കോമൺ സ്പേസും 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ഉണ്ട്. ഇതിൽ 2 റൂമുകളിലും ബാത്റൂം എല്ലാം തന്നെ നല്ല നീറ്റ് കണ്ടീഷനിലുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം, കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഇതുപോലെ കബോർഡ് വർക്കൊക്കെ ചെയ്ത് നീറ്റ് ആക്കിയിട്ടുള്ള റൂംസ് തന്നെയാണ്. നമ്മുടെ പിൻവശത്തേക്ക് ഇതുപോലൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുന്ന് ടെറസിലേക്ക് എൻട്രി വരും. മേളിലാണെങ്കിൽ റൂഫ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ റൂഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴവെള്ളവും താഴേക്ക് വരത്തില്ല. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസും ഉണ്ട്. ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. ഫേവറേറ്റിൻ്റെ ഫ്ലാറ്റ് ഉണ്ടോ നമ്മുടെ അതിൻ്റെ തൊട്ടടുത്താണുള്ളത്. അതായത് മെയിൻ ആ ഒരു പ്രശാന്ത് നഗറിൻ്റെ മെയിൻ ലൈനിൽ നിന്ന് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇങ്ങനെ വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു 150-200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. നമുക്കിതിനൊരു സെല്ലാ പോർഷൻ വരുന്നുണ്ട്. സെല്ലാ പോർഷൻ ഇപ്പം നിലവിൽ കവർ ചെയ്തിട്ടില്ല. കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്യൂഷൻ സെൻറ്ററോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ സെർവൻസിനൊക്കെ ഒരു സെപ്പറേറ്റ് റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില മാന്യമായിട്ടുള്ളൊരു വിലയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1.5 കോടിയോളം രൂപ നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലത്തോടു കൂടി ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്.